വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. ഏറ്റവും നല്ല വന്ന ഡ്രാമയുടെ 13ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഈഹുവായും ഭാര്യയും കാണാൻ വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ടാൻ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞെങ്കിലും അവളെ ഒഴിവാക്കിയാണ് ഷെങ് അവരെ കാണാൻ ചെന്നത്. യുവരാജാവിന് ഭരണകാര്യങ്ങളിൽ തിരക്കുള്ളപ്പോൾ ഇവിടെ വരാൻ വേണ്ടിയുള്ള സമയമൊക്കെ ഉണ്ടോ എന്ന് ഷെങ് ഈഹുവായി അപമാനിക്കാനെന്നോണം ചോദിക്കുന്നു. എന്റെ പ്രിയ അനിയത്തി സുഖമില്ലാതെ ദിവസങ്ങളായി കിടപ്പിലാണ് എന്നറിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരക്കുണ്ടായിട്ടും വിളിച്ചുകൊണ്ട് വന്നത് എന്ന് ബാനർ പറയുന്നു. ഈഹുവായിയാണോ ടാനറെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന സംശയം ഇപ്പോഴും മനസ്സിൽ ബാക്കി നിൽക്കുന്നതിനാൽ ഷെങ് തീരെ മര്യാദയില്ലാത്ത രീതിയിൽ അപമാനിക്കുന്ന വിധത്തിലാണ് അവരോട് സംസാരിച്ചത്. ഈഹുവായി ദേഷ്യപ്പെട്ട് പോകാൻ എഴുന്നേറ്റപ്പോൾ ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പാനർ ഷെങ്ങിന് സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ആമയെ നിൽക്കുന്നു. താൻ്റെ ഭീരുവാണ്, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടി ഒളിക്കും എന്ന് പറയാതെ പറഞ്ഞ് തന്നെ അപമാനിക്കുകയാണ് പാനറുടെ ലക്ഷ്യമെന്ന് ഷെങ്ങിന് മനസ്സിലാവുന്നതിനാൽ ഇത് യുവരാജാവിനാണ് കൂടുതൽ ഇണങ്ങുന്നത്. അതുകൊണ്ട് ഇത് തിരികെ കൊണ്ടുപോയിക്കളാൻ അവൻ പാനറോട് പറയുന്നു. അവിടുന്ന് മടങ്ങുമ്പോൾ വാതിൽക്ക വെച്ചും ടാനർ അവിടെ എങ്ങാനും നിൽപ്പുണ്ടോ എന്ന് അറിയാനായി ഈഹുവായി തിരിഞ്ഞു നോക്കുന്ന കണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ മനസ്സിൽ അവൾക്കുള്ള സ്ഥാനം എനിക്കില്ലല്ലേ എന്ന് ചോദിച്ച് പാനർ അവനോട് വഴക്കുണ്ടാക്കുന്നു. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടരുത്, നമ്മൾ രണ്ടുപേരും പരസ്പരം ലക്ഷ്യം നേടാൻ ഉപയോഗിക്കുന്നു എന്നല്ലേ ഉള്ളൂ. എൻ്റെ സ്വകാര്യ കാര്യങ്ങളിൽ ഇടപെട്ടാൽ നീ എൻ്റെ ഭാര്യയാണെന്നുള്ള കാര്യം എനിക്ക് മറക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ഈഹുവായി അവൾക്ക് താക്കീത് നൽകുന്നുണ്ട്. ഷെൻ തിരികെ ടാൻ്റെ മുറിയിലെത്തിയപ്പോൾ അവൾ എംബ്രോയിഡറി ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ട് നീ ശരിക്കുള്ള ടാനറാണല്ലേ എന്നവൻ ചോദിക്കുന്നു. അതേ നമ്മൾ തലകുലിക്കപ്പോൾ യുവരാജാവ് ഇവിടെ വന്നിരുന്നു, അദ്ദേഹത്തെ കാണാൻ അനുവദിക്കാതിരുന്നതിൽ എന്നോട് ദേഷ്യമുണ്ടെന്ന് ഷെങ് അവളോട് ചോദിക്കുന്നു. ഞാനിപ്പോൾ കുമാരൻ്റെ ഭാര്യയല്ലേ, അപ്പോൾ അദ്ദേഹത്തെ കാണുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ പഴയ ആളല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ അധികാരത്തോടുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അവിടെ എനിക്ക് സ്ഥാനമൊന്നുമില്ല എന്ന് ടാനർ പറയുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാനും തീരെ പ്രതീക്ഷിച്ചില്ല. അച്ഛൻ നമ്മുടെ വിവാഹത്തിന് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ നമുക്ക് രണ്ടുപേർക്കും അനുസരിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലായിരുന്നല്ലോ എന്ന് ഷെങ് പറയുന്നു. അതെല്ലാം കഴിഞ്ഞില്ലേ, എന്തായാലും ടാൻ വന്നത് നന്നായി, അല്ലായിരുന്നെങ്കിൽ കാര്യങ്ങൾ ഒരിക്കലും ഇങ്ങനെ നല്ല രീതിയിൽ പോയില്ലായിരുന്നു എന്ന് ടാനർ പറഞ്ഞപ്പോൾ അവളുടെ പേര് ടാൻ എന്നാണോ? അവൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, കുമാരിയെപ്പോലെ തന്നെ ഇങ്ങനെ കുലീനമായ പെരുമാറ്റമൊന്നുമല്ല, എപ്പോഴും എടുത്തുചാടി ഓടി നടക്കുന്ന സ്വഭാവമാണ് എന്നൊക്കെ ഷെങ് ആവേശത്തോടെ പറയുന്നു. ടാനോടുള്ള ഇഷ്ടം അവൻ്റെ വാക്കുകളിൽ തെളിഞ്ഞു നിന്നിരുന്നു. കുമാരൻ പറയുന്നത് ശരിയാണ്, ഈഹുവായി എന്നെ വേണ്ടെന്ന് വെച്ചപ്പോൾ മുതൽ എൻ്റെ ഹൃദയം ശരിക്കും മരവിച്ചു എന്ന് തന്നെ പറയാം. ടാൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര നാളും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് എന്ന് ടാനർ പറയുന്നു. എല്ലാവർക്കും ഓരോ വിധിയുണ്ട്, അതിനെതിരെ മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഷെങ് പറയുന്നു. ടാനറുടെ മനസ്സിലെ ഭാരം കുറെ ഇറങ്ങിയതിനാലാവണം അവൾ എഴുന്നേറ്റ് പോയിരുന്ന് ഷെങ്ങിന് വേണ്ടി സിത്താർ വായിക്കുന്നുണ്ട്. അതേസമയം വിചിത്ര വേഷധാരികൾ തങ്ങളുടെ മന്ത്രശക്തി ഉപയോഗിച്ച് മാസ്റ്ററെ വിളിച്ചു വരുത്തി ടാനർ എന്നൊരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ലിയു ഷുയി 8ാമത്തെ കുമാരൻ്റെ കൊട്ടാരത്തിൽ നേരിട്ടെത്തി എന്ന വിവരം അറിയിക്കുന്നു. ടാൻ്റെ ജീവൻ രക്ഷിച്ച സന്യാസിയപ്പൂവിൻ്റെ പേരായിരുന്നു ലിയു ഷുയി. അയാൾ നേരിട്ട് വന്നെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്ന ആൾ ആ ടാനർ തന്നെ ആയിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ അയാൾ ഒരിക്കലും തൻ്റെ സമയം പാഴാക്കാൻ തയ്യാറാവില്ല. എന്തായാലും ആ പെൺകുട്ടിയെക്കുറിച്ച് ഒന്നുകൂടി നന്നായി അന്വേഷിക്കണം. ആളെ തന്നെയാണെന്ന് ഉറപ്പായാൽ അവളെ കൊന്നു കളഞ്ഞേക്കാൻ മാസ്റ്റർ അവർക്ക് നിർദ്ദേശം നൽകുന്നു. എന്നെ ബന്ധിച്ചിരിക്കുന്ന സീൽ ഓരോ ദിവസം കഴിയുന്തോറും ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ എനിക്ക് സ്വതന്ത്രനാവാൻ കഴിഞ്ഞേക്കും, അതോടെ ഈ ലോകം ഭരിക്കുന്നത് ഞാനായിരിക്കും എന്നും പോകുന്നതിന് മുമ്പ് അയാൾ പറയുന്നുണ്ട്. ഇതിനിടയിൽ ഷെങ്ങിൻ്റെ 2ാമത്തെ കൺസേർട്ടായി യുവിനെ 1 മാസത്തിനുള്ളിൽ വിവാഹം ചെയ്യണമെന്ന് രാജമാതാവ് കൽപ്പന പുറപ്പെടുവിക്കുന്നു. ഷെങ്ങിന് അത് അനുസരിക്കാതെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. ടാനറിനെ പരിശോധിക്കാൻ കൊട്ടാരം വൈദ്യം വന്ന സമയത്താണ് അകത്തേക്ക് കിടക്കാൻ ഒരു വിധത്തിൽ സമ്മതിക്കാതെ യുഹാവോയുടെ കണ്ണുവെട്ടിച്ച് ഷുവാൻ ഒരു വിധത്തിൽ അവളുടെ മുറിയിലേക്ക് എത്തിയത്. തൊട്ടുപുറകെ തന്നെ എത്തിയ യുഹാവോ അവനെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചപ്പോൾ ചേട്ടത്തിക്ക് സുഖമില്ലാതായിട്ട് ഒന്ന് കാണാൻ പോലും എന്നെ ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരുന്നോട്ടെ എന്നവൻ ചോദിക്കുന്നു. അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് വിടരുതെന്ന് കുമാരൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്ന് യുഹാവ പറഞ്ഞപ്പോൾ ഇപ്പോൾ വൈദ്യൻ ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം പരിശോധിച്ചിട്ടുണ്ട്, കുഴപ്പമില്ലെങ്കിൽ ഷുവാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് ടാനർ പറയുന്നതിനാൽ യുഹാവ പുറത്തേക്ക് പോകുന്നു. പരിശോധനയിൽ ടാനറുടെ ആരോഗ്യം ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുന്നതിനാൽ കുറച്ച് ദിവസത്തെ വിശ്രമം കൂടി മതിയാകും, മറ്റു കുഴപ്പമൊന്നുമില്ല എന്ന് വൈദ്യൻ അറിയിക്കുന്നു. വൈദ്യൻ പോയി കഴിഞ്ഞപ്പോൾ ഷുവാൻ ടാനറിനെ പുറത്ത് കുറച്ചു നേരം നടക്കാമെന്ന് പറഞ്ഞ് വിളിച്ചെങ്കിലും കുമാരൻ കണ്ടാൽ വഴക്ക് പറയുമെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. ഇപ്പോൾ ചേട്ടൻ യൂനുമായുള്ള വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളുടെ തിരക്കിലായതിനാൽ ചേട്ടത്തിയെ ശ്രദ്ധിക്കാനും സമയമില്ലെന്ന് ഷുവാൻ അബദ്ധത്തിൽ പറഞ്ഞപ്പോഴാണ് ഷെങ്ങിൻ്റെ വിവാഹകാര്യം ടാനർ അറിയുന്നത്. രാജമാതാവിൻ്റെ കൽപ്പനയായതിനാൽ ധിക്കരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് അദ്ദേഹം ഇതിന് തയ്യാറാവുന്നത്. യുവിൻ്റെ അച്ഛനെ ചേട്ടനെ സഹായിക്കാൻ കഴിയുമെന്ന് ഷുവാൻ പറഞ്ഞപ്പോൾ എല്ലാ ആണുങ്ങളും ഒരുപോലെ തന്നെയാണ്, ഞങ്ങൾ പെണ്ണുങ്ങൾ അവർക്ക് അധികാരം കൈക്കലാക്കാനുള്ള വെറും ആയുധം മാത്രമാണെന്ന് ടാനർ പറയുന്നു. ചേട്ടൻ ഒരിക്കലും അങ്ങനെയല്ല, ചേട്ടത്തെ അദ്ദേഹം ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഷുവാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് എന്നെയല്ല എന്ന് ടാനർ പറയുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ട അവൾ തന്നെ പറയുന്നുണ്ട്. ഷെങ്ങിൻ്റെ ഒരു കോൺക്യൂബിനെ ഇപ്പോൾ കാണുന്നില്ല, എവിടെ പോയി എന്ന് അവൾ ജിങ്ഷിനോട് ചോദിച്ചപ്പോഴാണ് അവളെ കുളത്തിലേക്ക് തള്ളിയിട്ടതിന് കാരണക്കാരി അവളാണ് എന്നറിഞ്ഞ് ഷെങ് അവളെ കൊന്നുകളയാൻ ഉത്തരവിട്ട കാര്യം ജിങ്ഷിൻ പറഞ്ഞത്. ഞങ്ങൾ തമ്മിൽ അതിന് തക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പിന്നെ എന്തിനായിരിക്കും അവളെന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് ടാനർ സംശയിച്ചപ്പോൾ മറ്റവരുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ചെയ്തതെന്ന് കുമാരൻ സംശയിക്കുന്നുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഷുവാൻ അറിയിക്കുന്നു. അടുത്ത ദിവസം രാവിലെ പുറത്തെന്തൊക്കെയോ തട്ടുമുട്ടും കേട്ടാണ് ടാൻ ഉണർന്നത്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അവൾ ഉണരുന്നത്. അതുകൊണ്ട് ഷെങ്ങിൻ്റെ വിവാഹകാര്യമൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. ഉറങ്ങാൻ സമ്മതിക്കാതെ രാവിലെ തന്നെ ആരാണ് ശബ്ദമുണ്ടാക്കി ശല്യപ്പെടുന്നതെന്ന് അവൾ ജിങ്ഷിനെ വിളിച്ച് അസ്വസ്ഥതയോടെ ചോദിക്കുന്നു. യുനുമായി ഷെങ്ങിൻ്റെ വിവാഹമാണെന്നും അതിൻ്റെ ഒരുക്കങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ദിവസം ഞാൻ ഉണരാതിരുന്നപ്പോഴേക്കും എൻ്റെ സാമ്രാജ്യത്തിൽ അതിക്രമിച്ചു കിടക്കാനും മാത്രം ധൈര്യം അവൾക്കായോ? അവളെ നീ ശരിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ടാൻ കട്ടിലിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ടാൻ ദയവ് ചെയ്ത് നീ ആരെയും ഉപദ്രവിക്കല്ലേ, ഉപദ്രവിച്ചാലും ആരെയും കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ തടയാൻ ജിങ്ഷൻ ശ്രമിക്കുന്നു. നീ രാവിലെ തന്നെ മണ്ടത്തരം പറയാതെ എനിക്ക് മാറാനുള്ള ഡ്രസ്സ് എടുത്ത് കൊണ്ടുവരാനും പറഞ്ഞ് അവൾ ജിങ്ഷനെ ഓടിച്ചു വിടുന്നു.
പുറത്തിറങ്ങിയ ടാൻ ഒരുക്കങ്ങൾ കണ്ടപ്പോൾ ഈ ഷെങ് എന്നെ പറ്റിച്ച് വേറെ കെട്ടാൻ പോവുകയാണല്ലേ, അവനെ ഞാൻ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞ അലങ്കാരങ്ങൾ ഓരോന്നായി വലിച്ച് താഴെയിടാൻ തുടങ്ങുന്നു. എന്നിട്ട് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ജോലിക്കാരൻ്റെ അടുത്ത് ചെന്ന് സാധാരണ ജനങ്ങൾ നാട്ടിൽ പട്ടിണി കിടക്കുമ്പോൾ ഇങ്ങനത്തെ വിവാഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ ആഡംബരം കാണിച്ച് ദൂരത്തടിക്കേണ്ട ആവശ്യമുണ്ടോ? വിവാഹം നടത്താനല്ലേ രാജമാതാവ് പറഞ്ഞുള്ളൂ, എൻ്റെ കൊട്ടാരത്തിനുള്ളിൽ വന്ന് ശബ്ദമുണ്ടാക്കി ശല്യപ്പെടുത്താൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഈ കെട്ടിത്തൂക്കുന്ന സാധനങ്ങളൊക്കെ എക്കോ ഫ്രണ്ട്ലി ആണോ എന്നൊക്കെ ചോദിച്ച് അയാളെ വെള്ളം കുടിപ്പിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ജോലിക്കാരെല്ലാം വിളിച്ചുകൊണ്ട് പോയിക്കൊള്ളണം എന്ന് പറഞ്ഞ് ടാൻ അയാളെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നുണ്ട്. അവിടെ നിന്ന് അവൾ നേരെ പോയത് ഷെങ്ങിൻ്റെ സ്റ്റഡി റൂമിലേക്കാണ്. എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഷെങ്ങിൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി അവൾ നിലത്തേക്ക് വലിച്ചെറിയുന്നു. നീ എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് വേറെ കെട്ടിക്കൊണ്ട് വരാൻ പോവുകയാണല്ലേ എന്ന് പറഞ്ഞ് അവൾ മേശപ്പുറത്തിരുന്ന് എല്ലാം തട്ടി നിലത്തേക്ക് എറിയുന്നു. എന്നിട്ടും ദേഷ്യം തീരാതെ ഷെൽഫിൽ എടുക്കി വെച്ചിരുന്നതെല്ലാം വലിച്ചു വാരി താഴെയിടാൻ തുടങ്ങുന്നു. ഷെങ് ഓടിച്ചെന്നവളെ പിടിച്ചു നിർത്തിയിട്ട് നിനക്കിപ്പോൾ അസൂയ തോന്നുകയാണോ എന്ന് ചോദിക്കുന്നു. എനിക്ക് അസൂയൊന്നുമില്ല, ആ ദുഷ്ടയ്ക്ക് അവൾ ആഗ്രഹിച്ചത് ഇത്ര എളുപ്പം കിട്ടുന്ന എനിക്ക് സഹിക്കാൻ വയ്യ, അതുകൊണ്ടാണ് എന്ന് അവൾ പറയുന്നു. ഷെങ് അവളുടെ തോളിൽ പിടിച്ചിട്ട് അവൾ വെറും ഒരു കോൺക്യൂബിൻ മാത്രമായിരിക്കും, നമ്മുടെ ബന്ധത്തെ അത് ബാധിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും താൻ അവനെ കൈ തട്ടി തെറിപ്പിച്ചിട്ട് എനിക്കതൊന്നും അറിയണ്ട, നീ എന്നെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് നീ വേറെ ആരെയും വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഷെങ്ങിനെ അടിക്കാൻ തുടങ്ങുന്നു. ഷെങ്ങിന് നന്നായി വേദനിക്കുന്നതിനാൽ അവനെ കയ്യിൽ പിടിക്കുന്നുണ്ട്. ഇത് കാരണം ഞാൻ എത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്ന് നിനക്കറിയാമെന്ന് ടാൻ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. ഷെങ്ങിനും അവളുടെ വിഷമം നന്നായി മനസ്സിലാവുന്നുണ്ടായിരുന്നെങ്കിലും അവൻ അവളെ ആശ്വസിപ്പിക്കാൻ നിൽക്കാതെ ജിങ്ഷിനോട് ടാനിനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും, കുറച്ച് ദിവസം മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കേണ്ട, മര്യാദ പഠിക്കട്ടെ എന്ന് നിർദ്ദേശിക്കുന്നു. ജിങ്ഷിൻ വളരെ ബലം പ്രയോഗിച്ചാണ് ടാനിനെ അവിടെ നിന്ന് കൊണ്ടുപോയത്. പോകുമ്പോൾ ടാൻ അവനെ ഉറക്കെ ചീത്ത വിളിക്കുന്നുണ്ട്. നീ അവളെ വിവാഹം കഴിച്ചാൽ പിന്നെ എന്നെ കാണാൻ വന്നേക്കരുതെന്നും അവൾ വിളിച്ചു പറയുന്നു. മുറിയിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ടാൻ്റെ ദേഷ്യം തീരുന്നില്ല. ഇനി അവനിങ്ങ് വരട്ടെ, ഇനി മുതൽ ഞാൻ അവനെ കാണാൻ പോകുന്നില്ല, ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിഞ്ഞോളാം, എൻ്റെ ഇഷ്ടക്കേട് പിടിച്ചു പറ്റിയാൽ അതിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന് ഞാൻ അവനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടാൻ. ജിങ്ഷിൻ ഇടയ്ക്ക് ചിരി വരുന്നുണ്ട്. ബോറടി മാറ്റാൻ വായിക്കാൻ പറ്റിയ എന്തെങ്കിലും പുസ്തകം എടുത്തുകൊണ്ടുവരാൻ അവൾ ജിങ്ഷിനോട് പറഞ്ഞപ്പോഴാണ് സന്യാസി നൽകിയ അഡ്രസ്സിൻ്റെ കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. നീ അന്വേഷിച്ച് കാണുന്ന മരപ്പണിക്കാരൻ ഇവിടെ വന്നിരുന്നു, അദ്ദേഹമാണ് നിൻ്റെ ജീവൻ രക്ഷിച്ചത്, നീ ഉണരുമ്പോൾ തരാൻ പറഞ്ഞ അദ്ദേഹം ഒരു അഡ്രസ്സ് തന്നിരുന്നു, നമുക്കത് അന്വേഷിച്ച് പോയാലെന്ന് ജിങ്ഷിൻ ചോദിക്കുന്നു. അദ്ദേഹം കുമാരനോടും എന്തൊക്കെയോ പറഞ്ഞിരുന്നു, അത് കേട്ടാണ് കുമാരൻ നിന്നെ വിശ്വസിച്ചത് എന്നൊക്കെ ജിങ്ഷിൻ പറഞ്ഞപ്പോൾ എങ്കിൽ പോയി കണ്ടേക്കാമെന്ന് പറഞ്ഞ് ടാൻ എഴുന്നേൽക്കുന്നു. തിരക്കി പിടിച്ച് അവർ ആ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നു. ആ അഡ്രസ്സിൽ ചെല്ലുമ്പോൾ മുറ്റത്തെ അടുപ്പിൽ എന്തോ ചുട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അദ്ദേഹം. ഇദ്ദേഹത്തെ കണ്ടിട്ട് മരപ്പണിക്കാരനായിട്ടല്ലല്ലോ ചെകുത്താനായിട്ടാണല്ലോ തോന്നുന്നത് എന്ന് ടാൻ പറയുന്നു. ശബ്ദം കേട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നു. അവളുടെ ആരോഗ്യം ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് അദ്ദേഹം തിരക്കുന്നുണ്ട്. മോഡേൺ കാലഘട്ടത്തിൽ നിന്നാണോ താങ്കൾ വന്നിരിക്കുന്നതെന്ന് ടാൻ ചോദിച്ചപ്പോൾ അതെന്താണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ വന്നിരിക്കുന്ന അതേ സ്ഥലത്ത് നിന്നാണോ താങ്കളും വന്നിരിക്കുന്നത്, അങ്ങോട്ടേക്ക് മടങ്ങിപ്പോകാനുള്ള വഴി എന്താണെന്ന് അറിയാമോ എന്നൊക്കെ ടാൻ ചോദിച്ചെങ്കിലും അദ്ദേഹം അവിടെ ഇവിടെയും തൊടാതെ സാഹിത്യം കലർത്തി മറുപടി പറയുന്നത് കേട്ട് ഒരക്ഷരം പോലും മനസ്സിലാകാതെ ടാൻ അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയിട്ട് മനുഷ്യരെ പോലെ സംസാരിക്കാൻ പറയുന്നു. നിനക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ സോൾ സപ്രസിംഗ് ഓർബ് കൈക്കലാക്കണം എന്ന് അദ്ദേഹം പറയുന്നു. ടാൻ ആ പേര് ആദ്യമായി കേൾക്കുകയായിരുന്നതിനാൽ അതെന്താണ് എന്നവൾ ചോദിക്കുന്നു. അതൊരു നിധിയാണ്, കുറേ ലോകങ്ങളുമായി അതിന് ബന്ധമുണ്ട്, എൻ്റെ അറിവ് വെച്ച് ആ ഓർമ്മ പ്രത്യക്ഷപ്പെടാനുള്ള സമയമായിരിക്കുന്നു, നീയാണ് അതിൻ്റെ ഉടമ എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ടാനിന് അതൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ഇപ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഭാവിയിലെല്ലാം തന്നെ മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ഓടക്കുഴലെടുത്ത് അവളെ കാണിച്ചിട്ട് ഇതൊരു പ്രത്യേകതരം മാന്ത്രിക ഓടക്കുഴലാണ്, ഇതിലൂടെ വായിക്കാനുള്ള പാട്ടും ഇതിനൊപ്പം തന്നെയുണ്ട്, ഇത് സമയം കിട്ടുമ്പോഴെല്ലാം വായിച്ചു പഠിക്കണം, നിൻ്റെ മന്ത്രശക്തി കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ശക്തിയും കൂടിക്കൂടി വരും, ഭാവിയിൽ നിനക്കിത് തീർച്ചയായും ഉപയോഗം വരുമെന്ന് പറഞ്ഞ് അദ്ദേഹം അത് അവൾക്ക് നിൽക്കുന്നു. ഈ ഓടക്കുഴൽ നന്നായി വായിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്കെൻ്റെ യഥാർത്ഥ ലോകത്തേക്ക് മടങ്ങിപ്പോകാൻ കഴിയുമെന്ന് ടാൻ ആകാംക്ഷയോടെ ചോദിക്കുന്നു. കഴിയുമായിരിക്കും, 10ൽ 8 or 9 ചാൻസ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ടാൻ അതുമായി അവിടെ നിന്ന് പോകുന്നു. മടങ്ങുന്ന വഴിക്കും ഷെങ്ങിൻ്റെ കാര്യമോർത്ത് ടാനാകെ അസ്വസ്ഥയായിരിക്കുന്നത് കണ്ട് നിനക്ക് ഞാനില്ലേ പിന്നെ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് ജിങ്ഷിൻ ചോദിക്കുന്നു. ഞാൻ ഇവിടം വിട്ടു പോയാൽ നിനക്ക് വിഷമമാകുമെന്ന് ടാൻ ചോദിച്ചപ്പോൾ ഈ നിസ്സാര കാര്യത്തിന് ഇത്രയൊക്കെ ആലോചിക്കണോ, കുമാരൻ ഇപ്പോഴും നിന്നോട് ഇഷ്ടം തന്നെയാണ് എന്ന് ജിങ്ഷിൻ പറഞ്ഞപ്പോൾ എനിക്കെന്തായാലും എല്ലാ കാലവും ടാൻ്റർക്കൊപ്പം ഒരേ ശരീരം തന്നെ ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ, ഞാൻ മടങ്ങിപ്പോകാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റുമെന്ന് ടാൻ പറയുന്നു. നീ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ജിങ്ഷിൻ വിഷമത്തോട് പറഞ്ഞപ്പോൾ ഞാൻ പോയില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ടാൻ മുന്നോട്ട് നടക്കുന്നു. കുറച്ച് മാറി ഒരു കല്ലിലിരുന്നിട്ട് ജിങ്ഷിനോട് കുറച്ച് പൂക്കൾ പറിച്ചുകൊണ്ട് വരാൻ അവൾ പറയുന്നു. എന്തിനാണെന്ന് ജിങ്ഷിൻ ചോദിച്ചപ്പോൾ അതൊന്നും നീ അറിയണ്ട, പോകാൻ പറഞ്ഞാൽ പോയാൽ മതിയെന്ന് ടാൻ പറയുന്നു. അവൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടിയാണെന്ന് മനസ്സിലാകുന്നതിനാൽ ജിങ്ഷിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ടാൻ ഉടൻ തന്നെ ആ പാട്ടെടുത്ത് അത് നോക്കി ആ ഓടക്കുഴൽ ഊതാൻ തുടങ്ങി. അത് എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളൊന്നും അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു അത്ഭുതം പോലെ ടാൻ ആ ഓടക്കുഴൽ നന്നായി വായിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് അവൾ തന്നെ അത്ഭുതപ്പെടുന്നുണ്ട്. അവളത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈഹുവായി അവൾക്ക് അരികിലേക്ക് വരുന്നു. പക്ഷേ ജിങ്ഷനാണ് എന്ന് കരുതി പെട്ടെന്ന് മടങ്ങി വരരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, പേടിക്കണ്ട, ഞാൻ ആത്മഹത്യ ചെയ്യുമൊന്നുമില്ല എന്ന് അവൾ പറയുന്നു. ഈഹുവായി ഒച്ച ഉണ്ടാക്കിയപ്പോഴാണ് ആരാണ് എന്നവൾ നോക്കിയത്. അവൾ എന്ത് പറയണമെന്നറിയാതെ അവന് ഹായും ഹലോയും ഒക്കെ പറയുന്നു. ഫോർമാലിറ്റി ഒന്നും വേണ്ട, കുമാരി കൊട്ടാരത്തിൽ നിൽക്കാതെ ഈ മലമുകളിൽ തനിച്ചിരുന്ന് എന്ത് ചെയ്യാണെന്ന് അവൻ ചോദിക്കുന്നു. ടാനറെ വിളിച്ചു വരുത്തി അവർ തമ്മിൽ സംസാരിക്കാൻ അനുവദിക്കുന്നതായിരിക്കും നല്ലതെന്ന് ചിന്തിച്ച് ടാൻ ഒരു കള്ളം പറഞ്ഞ് ടാനറിനെ വരുത്തുന്നു. ഇരിക്കുന്ന സ്ഥലം കണ്ട് അമ്പലത്തിൽ ചുറ്റും നോക്കിയപ്പോഴാണ് ഈഹുവായി അവിടെ നിൽക്കുന്നത് ടാനർ കണ്ടത്. അവൾ വേഗം എഴുന്നേറ്റ് അവനെ വണങ്ങുന്നു. കുറച്ച് മുമ്പ് നീ എന്നോട് ബഹുമാനം കാണിച്ചതല്ലേ, പിന്നെയും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഷെങ് യുവിനെ വിവാഹം കഴിക്കുന്ന കാര്യം നീ അറിഞ്ഞു കാണുമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. എന്താണ് നിൻ്റെ അഭിപ്രായം, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ടെൻഷനാകുന്നു.
ഇത്രയും വർഷങ്ങൾ ഞാൻ ഈ കഷ്ടപ്പെട്ടത് മുഴുവൻ നിനക്ക് വേണ്ടിയാണെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് ഈഹുവായി ചോദിക്കുന്നു. യുവരാജ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാനിപ്പോൾ മറ്റൊരാളുടെ ഭാര്യയാണെന്ന് കുമാരൻ അറിയില്ലേ? അത് മനസ്സിൽ വെച്ച് വേണം സംസാരിക്കാൻ എന്ന് അവൾ പറയുന്നു. ഷെങ് എൻ്റെ മുന്നിൽ ഒന്നുമല്ല. യുവരാജസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അവനെ തോൽപ്പിച്ചു. അധികം വൈകാതെ തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ തിരിച്ചെടുക്കുമെന്ന് ഈഹുവായി പറഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ സ്ഥാനം എന്താണ്? താങ്കൾക്ക് അധികാരം കൈക്കലാക്കാനുള്ള വെറും ഒരു കരാർ വസ്തു. അധികാരത്തിന് വേണ്ടി നിങ്ങൾ രണ്ടുപേരും എന്നെ അപകടത്തിലാക്കാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. നിങ്ങളുടെ മനസ്സിൽ അധികാരത്തോടുള്ള മോഹം മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ പറയാൻ എങ്ങനെ മനസ്സ് വരുന്നു എന്നവൾ ചോദിക്കുന്നു. ഞാനിതെല്ലാം ചെയ്തത് നിനക്കൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ്. നീ എന്നെ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് അവൻ ഒന്നുകൂടി അർത്ഥമെങ്കിലും ടാനർ മുഖം തിരിച്ചിട്ട്, നിങ്ങളിപ്പോൾ എനിക്ക് മുമ്പ് അറിയാമായിരുന്ന ഈഹുവായി അല്ല, ഞാൻ പഴയ ടാനറുമല്ല. നമ്മുടെ പ്രണയം ആ പഴയ ഈഹുവായിക്കൊപ്പം അപ്രത്യക്ഷമായിരിക്കുന്നു എന്നവൾ പറയുന്നു. അപ്പോഴേക്കും ജിങ്ഷൻ മടങ്ങി വന്നതിനാൽ ടാനർ അവിടെ നിന്ന് പോകുന്നു. ജിങ്ഷൻ അവിടെ കിടന്നിരുന്ന ടാൻ്റെ പാട്ടെഴുതിയ തുണിയും എടുത്തുകൊണ്ടാണ് പോയത്. കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയപ്പോഴും ടാൻ ഓടക്കുഴലെടുത്ത് വായിക്കുന്നുണ്ട്. കുറേ നേരം വായിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോറടിക്കുന്നു. ഷെങ്ങിന്റെ വിവാഹം അപ്പോഴേക്കും കഴിഞ്ഞിരുന്നു. അതിനെക്കുറിച്ചുള്ള ചിന്ത കാരണമാണ് അവൾ അസ്വസ്ഥയായത്. സ്നാക്സുമായി വന്ന ജിങ്ഷനോട് ഷെങ് ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്, അവൻ സന്തോഷത്തിലാണോ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. ഗസ്റ്റിനൊപ്പം തമാശകൾ പറഞ്ഞിരിക്കുകയാണ്. കണ്ടിട്ട് നല്ല സന്തോഷത്തിലാണ് എന്നൊക്കെ ജിങ്ഷൻ പറഞ്ഞറിഞ്ഞപ്പോൾ അവൾക്ക് ഒന്നുകൂടി കലി കയറുന്നുണ്ട്. ജിങ്ഷനോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് അവൾ വായിൽ വന്ന തെറിയൊക്കെ ഷെങ്ങിനെ വിളിക്കുന്നുണ്ട്. ഷെങ് ഇപ്പോൾ മണിയറയിലേക്ക് കയറി കാണും എന്നാലോചിച്ചപ്പോൾ അവൾ കണ്ണാടിയിൽ വട്ടം വരച്ചിട്ട് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ശപിച്ചിരിക്കുകയാണെന്ന് പറയുന്നു. ആ സമയത്താണ് ഷെങ് അകത്തേക്ക് കയറി വന്നത്. അവനത് കണ്ട് ചിരിക്കുന്നുണ്ട്. ജിങ്ഷനായിരിക്കും വന്നതെന്ന് കരുതി നിന്നോട് അകത്തേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ടാൻ ചോദിക്കുന്നു. ഇതുവരെയായിട്ടും ദേഷ്യം തീർന്നില്ല എന്ന് ഷെങ് ചോദിക്കുന്ന കേട്ട് ടാൻ സന്തോഷത്തോടെ ചാടി എണീറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നെങ്കിലും പെട്ടെന്ന് അവൾ പിണക്കം നടിച്ച് തിരിഞ്ഞു നിൽക്കുന്നു. ഷെങ് പുറകിൽ കൂടി വന്ന് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. യൂൻ മണിയറയിൽ ഷെങ്ങിനെ കാത്തിരിക്കുകയായിരുന്നു ആ സമയം. ഷെങ് നവോധുവിൻ്റെ തലയിൽ ധരിക്കാറുള്ളത് പോലെയുള്ള ഒരു ആവരണം ടാൻ്റെ തലയിൽ ഇട്ടുകൊടുത്തപ്പോൾ അവൾ അത് എടുത്തു മാറ്റിയിട്ട് നിന്റെ വിവാഹ ചടങ്ങ് നടത്തേണ്ട സമയത്ത് അതിന് പോകാതെ നിന്റെ പുതിയ പെണ്ണിൻ്റെ ഈ ആവരണവും കൊണ്ട് ഇങ്ങോട്ട് എന്തിനാണ് വന്നതെന്ന് ചോദിച്ച് അവളത് അവൻ്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ഇത് ഞാൻ നിനക്ക് വേണ്ടി തന്നെ റെഡിയാക്കിയതാണ്. നമുക്ക് വേണ്ടി ഒരു വിവാഹം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അവനത് വീണ്ടും അവളെ അണിയിക്കുന്നു. ജീവിതകാലം മുഴുവൻ നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കണം, ഒരിക്കലും പിരിയരുത് എന്നും അവൻ അവളോട് പറയുന്നു. എന്നിട്ട് വിവാഹരാത്രിയിൽ ചെയ്യാറുള്ളത് പോലെയുള്ള ചടങ്ങുകളെല്ലാം അവർ രണ്ടുപേരും കൂടി ചെയ്യുന്നു. അതിനുശേഷം അവൻ ആവരണം എടുത്ത് മാറ്റി അവളെ കിസ് ചെയ്യാൻ മുന്നോട്ടാഞ്ഞെങ്കിലും അവൾ അവനെ തടഞ്ഞിട്ട് നീ ഇവിടെ നിന്നാൽ അവിടെ മണിയറയിൽ എന്ത് സംഭവിക്കും എന്ന് ടാൻ ചോദിക്കുന്നു. അവിടെ ചടങ്ങുകൾ നടത്താൻ എനിക്ക് വേറെ ശുഭാനെ ഞാൻ അയച്ചിട്ടുണ്ട് എന്ന് ഷെങ് പറയുന്നു. അതെങ്ങനെ ശരിയാകും? വരനൊരു ഡ്യൂപ്പോ? ഞങ്ങളുടെ നാട്ടിൽ പോലും ആരും അങ്ങനെ ചെയ്യാറില്ലെന്ന് ടാൻ പറയുമ്പോൾ ഈ വിവാഹം മുത്തശ്ശിയുടെ നിർബന്ധമല്ലേ? ചടങ്ങ് നടത്തണമെന്ന് നിർബന്ധമാണെങ്കിൽ മുത്തശ്ശി വന്ന് നടത്തട്ടെ, എനിക്ക് നിന്റെ കൂടെ മാത്രം വിവാഹ ചടങ്ങുകൾ നടത്തിയാൽ മതി, മറ്റാരെയും വേണ്ട എന്ന് പറഞ്ഞ് ഷെങ് അവളുടെ അടുത്തെത്തി വീട് ചേർത്ത് പിടിക്കുന്നു. പക്ഷേ ടാൻ അവനെ തള്ളി മാറ്റിയിട്ട് എനിക്ക് ചില കാര്യങ്ങളൊന്ന് വ്യക്തമാക്കാനുണ്ട്. ഈ ശരീരത്തിൽ രണ്ടുപേരാണുള്ളത്. ഒന്ന് കുലീനയും പ്രൗഢയുമായ ടാനറും മറ്റേത് ഈ കുരുത്തക്കെട്ട ഞാനും. നിനക്ക് രണ്ടുപേരെയും വേണമെന്നുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. എനിക്ക് നിന്നെ മാത്രം മതി, എനിക്ക് വേറെ ആരെയും വേണ്ട എന്ന് പറഞ്ഞ് ഷെങ് വീണ്ടും അവളെ ചേർത്ത് പിടിക്കുന്നു. ടാൻ്റെ മുഖത്ത് സന്തോഷം തെളിഞ്ഞു കാണാമെങ്കിലും അവൾ പെട്ടെന്ന് തല ചുറ്റുന്ന പോലെ അഭിനയിക്കുന്നു. ഷെങ് അവളെ താങ്ങി പിടിച്ച് കട്ടിലേക്ക് ഇരുത്തിയപ്പോൾ അവൾ ടാനർ സംസാരിക്കാറുള്ളത് പോലെ അഭിനയിച്ച് ഷെങ്ങിൻ്റെ കൈ പിടിച്ച് മാറ്റിയിട്ട് ടാനറാണ് എന്ന് മറ്റിലിരിക്കുന്നു. പക്ഷേ കള്ളമാണെന്ന് ഷെങ്ങിന് മനസ്സിലാവുന്നതിനാൽ ആണോ സാരമില്ല, അവളും എൻ്റെ ഭാര്യ തന്നെയല്ലേ എന്ന് പറഞ്ഞ് അവൻ മുന്നോട്ടായിരുന്നു. സമ്മതിച്ചു, ഞാനിനി പറ്റിക്കില്ല എന്ന് പറഞ്ഞ് ടാൻ അവനെ പിടിച്ച് നേരെ ഇരുത്തുന്നു. നീ എന്നെ വിട്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതണ്ട, എൻ്റെ ബാക്കിയുള്ള ജീവിതം മുഴുവൻ നിനക്കൊപ്പം കഴിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എപ്പോഴും എനിക്കൊപ്പം തന്നെ ഉണ്ടാവണം എന്ന് ഷെങ് പറഞ്ഞപ്പോൾ അവൾ അവൻ്റെ തോളിലേക്ക് ചായുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് വിശ്വാസമില്ലാത്തതുപോലെ ചാടി എഴുന്നേറ്റ് നിൻ്റെ ഈ മധുരവാക്കുകളിലൊന്നും എനിക്ക് വിശ്വാസമില്ല എന്നവൾ പറയുന്നു. ഷെങ് അവളുടെ കൈ പിടിച്ച് നെഞ്ചിൽ ചേർത്തപ്പോൾ ടാൻ നാണത്തോടെ പുഞ്ചിരിക്കുന്നുണ്ട്. അവൾ അവനെ അങ്ങോട്ട് ചെന്ന് കിസ് ചെയ്യുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.